ശബ്ദം കേട്ടോണ്ട് ഞാൻ പുറത്തു വന്ന് നോക്കുമ്പോൾ ഒരുത്തി ജനലിൽ കൂടെ ഇറങ്ങും കണ്ടില്ലേ. കിലുക്കത്തിന്റെ ശബ്ദം കേട്ടാ ഞാൻ വന്ന് നോക്കിയത്. അപ്പം ചാടി ഞാനോടത്ത് അവിടെ ഇരിക്കാനായിരിക്കും. അപ്പം നോക്കുന്നുണ്ടല്ലേ ചുറ്റുപാട് ആരെല്ലാം നോക്കുന്നു. എന്തിനാ ഇറങ്ങിപ്പാനാ. അപ്പം കണ്ടോണം എന്നെ കണ്ടപ്പം പുള്ളി പിന്നെ അങ്ങ് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് മേളിൽ കയറിയിരുന്നത്. അപ്പം ഞാനോർത്ത് ഇവിടെ അങ്ങ് ഇരിക്കുമായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി ജനലിൽ കൂടെ നോക്കിയപ്പോൾ ദാ കാണുന്നു. എന്തുവാ അവിടെ കിട്ടു ഇരിപ്പുണ്ട് എൻ്റെ മേളിൽ. അപ്പുറത്ത് വസന്തയമ്മ അവിടെ നിന്ന് കളിക്കുന്നുമുണ്ട്. കിട്ടു ആണ് അവിടെ. ഇപ്പോൾ കിട്ടുവിനെ കാണണം ഇടയ്ക്കിടയ്ക്ക് ആളിന്. പക്ഷെ കിട്ടു അകത്ത് കയറി പേടിച്ചോടും കേട്ടോ നമ്മുടെ വീടിനകത്ത് കയറുമ്പോൾ. കിട്ടുവിനെ നോക്കിക്കൊണ്ട് നിൽക്കും അപ്പുറത്ത്. ഞാൻ വസന്തയോട് എന്നിട്ട് പറഞ്ഞു, വസന്തയുടെ രസമോൾ കൂടി ഇരിപ്പുണ്ടേ എന്ന് പറയുകയും ചെയ്ത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ടെസ്മോളേന്ന് വിളിച്ചപ്പോൾ ഭയങ്കര കളിയാ. വിളിച്ചപ്പോൾ കൊണ്ട് പടിഞ്ഞു കിഴക്കോട്ട് ഒറ്റ ഓട്ടം ഉണ്ടല്ലേ. അവനെ കണ്ടോണ്ടിരിക്കുമോ ഇങ്ങനെ. അവനാന്ന് അവളെ അടുപ്പിക്കത്തില്ല, കടിക്കാൻ ചെല്ലും. എന്നാലും പുള്ളിക്കാരത്തേക്ക് അവനെ കാണാണ്. കിഴക്കോട്ടോടും ഞാൻ വിളിച്ചപ്പം ഞാനവിടെ ഇങ്ങനെ അകത്ത് കയറാൻ നിൽക്കും നമ്മുടെ വീട്ടിലോട്ട്. അപ്പം ഞാൻ ജനലിക്കൂടെ നോക്കുമ്പോൾ വീണ്ടും നാണ്ട ആ മേളിൽ കയറി. അവരുടെ ആ വീടിൻ്റെ മേളിൽ കയറിയിരിക്കുക. അതിലൂടെ അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു അവൻ്റെ അടുത്തോട്ട്, കിട്ടുന്ന അടുത്തോട്ട്. അപ്പം എനിക്ക് പേടി കുഞ്ഞിനും വീഴുമോ ഭയത്തിന്. ഞാൻ പാറുവിനെ വിളിക്കുക ബഹളം വെച്ചോണ്ട്. അപ്പം ഇയാൾ മേളോട്ട് കയറി വീണ്ടും കയറി. കണ്ടിട്ട് പേടിയായി. കുഞ്ഞിനെയും താഴെ വീഴുമോ എന്നൊക്കെ ഉള്ള ടെൻഷനായിപ്പോയി. എന്നാൽ അത് പൂച്ചയെ കാണാൻ അറിയാമെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് പെപ്പറാണ്. അങ്ങനെ പാറു വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. താഴെ ഇറക്കി ഓടി വന്ന് പാറിൻ്റെ അടുത്ത്. പിന്നെ ഞാൻ വിളിച്ചപ്പം വരുമോ കണ്ടില്ലേ അന്നട നടന്ന് വരുന്നത്. മുട്ടയെ വെച്ചോണ്ട് വിളിക്കുക. അപ്പം ഇങ്ങനെ മുട്ട തിന്നുന്നത് ആളിന് ഞാൻ പിടിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇതൊരു സൗകര്യമാണ്. ചിന്നുപോനാണേ പാവം എൻ്റെ പൊന്മോനകത്ത് സിറ്റൗട്ടിലും കണ്ടുണ്ട്. അമ്മ അവളെ കൊഞ്ചിക്ക് വെച്ച് എന്നും പറഞ്ഞ് പുള്ളി പിണങ്ങി അവിടെ ഇരിക്കുന്നു. എന്തോ പറയാനാ കണ്ടില്ലേ താഴെ കിടക്കാൻ തിന്ന